ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വ്ളോഗിലൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്ന വ്ളോഗ് പോലെ കുക്കിങ്ങും അങ്ങനെ ആ ഒരു സ്ട്രക്ചറേ അല്ല സംഭവം. ഇന്ന് തിരക്ക് പിടിച്ചൊരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. ആദ്യം തന്നെ ഇല്ലേ, ഞാൻ ഉലുവ ഫേസ് പാക്ക് ട്രൈ ചെയ്തിനെന്ന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് കാണിക്കുമെന്ന് എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റൈല് ഇങ്ങനെയാണ്. ചിലർ ഉലുവ കുതിർക്കാൻ വെച്ചിട്ട് അരച്ചെടുക്കും. പക്ഷെ ഞാൻ ചെയ്യൽ ഉലുവ ആദ്യം പൊടിച്ചെടുക്കും. വെറുതെ പൊടിച്ചെടുക്കുക, നല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കാൻ നോക്കുക. കാരണം ഇത് നമ്മൾ കുതിർക്കാൻ വെക്കുമ്പോൾ പിന്നെ അത് വീർത്ത് വരും കേട്ടോ. അപ്പം എന്താ പറയുക, നല്ലോണം പൊടിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ വലിയ പീസസ് ആയിപ്പോവും. അതുകൊണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം ഫേസ് പാക്ക് ആക്കാൻ അത്രേ വേണ്ട വരൂ. കുറേ ഇങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാൽ കുറച്ച് അധികം ഒഴിച്ചിട്ട്, പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറേ പാലൊഴിക്കേണ്ട. പക്ഷേ എത്ര ഒഴിച്ചാലും ഇത് നല്ലോണം കുതിർന്ന് വരും. അന്നേരം ഇത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ പാലൊഴിച്ചിട്ട് ഇത് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇത് സെറ്റായിക്കോളൂ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സിയെല്ലാം ക്ലീൻ ആക്കാൻ കുറച്ച് എളുപ്പമാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ പാലിൽ ഉലുവ കുതിർത്തിട്ടാണ് അരക്കുന്നതെങ്കിലില്ലേ, അരച്ചിട്ട് മിക്സി ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പം ഞാനവിടെ ഉലുവ കുതിർത്ത് വെച്ചിനെ. അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് കുതിരുന്ന സമയം കൊണ്ട് എനിക്ക് വന്ന കുറച്ച് പാഴ്സൽ കാണിച്ചു തരാം. ഇത് എനിക്കും ആലൂനും ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഡ്രസ്സാണ്. ഇതിൽ ട്രെൻഡിയോളിൻ്റെ ഉണ്ട്, തെമുവിൻ്റെ ഉണ്ട്. എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ. തെമുവിലും ട്രെൻഡിയോളിലും എനിക്ക് കുറച്ച് കോയിൻ ബാലൻസ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിന് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കോയിൻസ് കൊടുക്കുമല്ലോ, അങ്ങനെ കുറച്ച് കോയിൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് പൈസ ബാക്കി വന്നേരം, എത്രയോ പൈസ മാത്രമേ ബാക്കിയുള്ളൂ. 20 പൈസയോ അല്ലെങ്കിൽ 30 പൈസ അങ്ങനെ ബാക്കിയുള്ളതിന്. അതിന് ഞാൻ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ലോവർ പ്രൈസിൻ്റെ പ്രൊഡക്റ്റിനു ഈ സോക്സ് ബേബീസിൻ്റെ, ന്യൂ ബോൺസിൻ്റെ. അപ്പം ഞാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഓർഡർ ചെയ്തത്. ആരെങ്കിലും പുതിയതായിട്ട് പ്രസവിച്ചാൽ കൊടുക്കാമല്ലോ. പിന്നെ അപ്പോൾ ഇല്ലേ, ഞാൻ ആദ്യം തെമൂന്ന് ഓർഡർ ചെയ്ത ആലുവിൻ്റെ 2 ഷർട്ട് കാണിച്ചു തരാം. ഇത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ആലുവിന് ഓവർ സൈസ്ഡ് ഷർട്ടൊന്നും ഞാനിതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ഹൂഡിയെല്ലാം അങ്ങനെ ഓവർ സൈസ് ആയിട്ടുള്ള വാങ്ങിന്, അല്ലാണ്ട് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ തെമു തുറന്നാൽ തന്നെ എപ്പോഴും വരുന്ന ഈ ഒരു ഷർട്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ സാധാരണ ഈ ബ്ലൂ വൈറ്റ് സ്ട്രിപ്സ് ഇല്ലേ, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഷർട്ടാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് ഉണ്ട്. ഇതന്നെ അങ്കും ഉണ്ട്, ബ്ലൂവും വൈറ്റും സ്ട്രിപ്സ് വരുന്ന, സ്ട്രൈപ്സ് വരുന്ന. അപ്പം ഇല്ലേ, ഇതാണ് ഇട്ടിട്ടുള്ള ലുക്ക്. നിങ്ങൾ ഈ ലുക്ക് നോക്കണ്ട. ഇത് കാരണം ഓള് കുളിച്ചപാട് മുടിയെല്ലാം എന്തോ പോലെയുള്ള. പിന്നെ ആ പാൻ്റാണെങ്കിൽ അയണും ആക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടതാട്ടോ. പക്ഷേ ഇത് നല്ലോണം സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും, നല്ല രസമുണ്ടാവും. ഇത് നല്ല വൃത്തിയിൽ സ്റ്റൈൽ ചെയ്തിട്ടാൽ. പിന്നെ ഈ ബ്ലൂ ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. കണ്ട, നല്ല ലുക്കില്ല കാണാൻ. നല്ല ഓവർ സൈസ് ഷർട്ട് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടാൻ കുറച്ച് പണിയാണ്. പക്ഷേ ഇത് അടിപൊളിയല്ലേ. ആല് കുറച്ച് സ്ലിമ്മും അല്ലേ, അതുകൊണ്ട് വൃത്തിയാവുമോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിനേനു. പക്ഷേ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് 2 ഷർട്ടും നല്ല ഇഷ്ടമായി. അപ്പം ഞാനിത് റിട്ടേൺ ആക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിപ്പോൾ റിട്ടേൺ ആക്കേണ്ട വന്നിട്ടില്ല. റിട്ടേൺ ആക്കേണ്ട വന്നാലും റിട്ടേൺ ആക്കി തിരിച്ച് പിന്നെയും ഓർഡറാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ പോകേണ്ട സമയമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം പെരുന്നാളിന് മുന്നേ പോകണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച് പെരുന്നാളും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന്. കാരണം കുറച്ച് തിരക്കെല്ലാം ഉണ്ടേനും, അങ്കായാലും ഇക്കാക്കായാലും അങ്ങനെ. പിന്നെ ഇത് എനിക്ക് ട്രെൻഡിയോളിൽ നിന്ന് ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തെമുവിൻ്റെയും ലിങ്ക് നോക്കട്ടെ, ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതില്ലേ, എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഡ്രസ്സാണ്, സ്റ്റൈൽ ഡ്രസ്സാണ്. അത് മോഡസ്റ്റ് വെയർ ഫുൾ മാക്സി ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ സൈഡിൽ അതിനൊരു കെട്ട് പോലെ സംഭവം കണ്ട ടൈ, അത് എനിക്ക് ഇല്ലാത്ത മോഡലാണ്. പക്ഷെ എനിക്ക് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നതിന്. ഇത് ഒരു ട്യൂണിക്കാണ്. ഇതിനും സെയിം സൈഡിൽ ഇതേപോലെ കെട്ട് വരുന്നുണ്ട്, ടൈ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം സ്റ്റൈലാണ്, പക്ഷേ 2 ടൈപ്പ്. ഒന്ന് ട്യൂണിക്കും ഒന്ന് മാക്സി ഡ്രസ്സും. അപ്പോൾ നല്ല രസമില്ലേ. പക്ഷേ ഞാനധികം ലൂസ് ഫിറ്റല്ലേ ഇടൽ, അതുകൊണ്ട് ഇങ്ങനെ ടൈ വരുന്നതെന്ന് ഞാൻ നോക്കലില്ല. പക്ഷേ ഇതിപ്പം ഞാൻ ഇങ്ങനത്തെ ആകുമ്പോൾ ലൂസ് ഫിറ്റിൽ ഇടാൻ പറ്റില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലല്ലോ. ഞാനിത് വെക്കണോ റിട്ടേൺ ആക്കണോ എന്നെല്ലാം ചിന്തിച്ചിനേനു. ഭയങ്കര ടൈറ്റായിട്ട് എന്തോ പോലെ ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല.
എനിക്ക് ലൂസ് ഫിറ്റ് ഇട്ടിട്ടിട്ട് ഇപ്പോൾ നമ്മളെ നോർമൽ ഫിറ്റ് ഇടുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നാൻ തുടങ്ങി. എന്താണെന്നറിയില്ല. പിന്നെ അതാണെങ്കിൽ ഭയങ്കര ലൂസ് ഫിറ്റ് ആണെങ്കിൽ ഭയങ്കര കംഫർട്ടും അല്ലേ. ഞാൻ കുറേ വർഷമായിട്ട് അങ്ങനെ തന്നെ ഇടൽ. പക്ഷേ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ കളറും എല്ലാം ഇഷ്ടമായിന്. പിന്നെ ഞാനിട്ട ഹിജാബിന് മാച്ചാവോ എന്നൊക്കെ ഡൗട്ടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഞാൻ വെറുതെ അങ്ങനെ ഇട്ട് നോക്കിയതാണേ. ഞാൻ നല്ല വൃത്തിയിലൊന്നും കൂടി ഇട്ടാൽ രസമുണ്ടാവും. ഞാൻ ജസ്റ്റ് അപ്പടന്നെ ഇട്ട് നോക്കിയതാണ് അയണൊന്നും ആക്കാണ്ട്. പിന്നെ അപ്പോൾ അത് ഞാൻ റിട്ടേൺ എന്തായാലും ആക്കുന്നില്ല. പിന്നെ ഈ ട്യൂണിക്കും കൂടി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കളറില്ലേ, ഈ ഒരു കളർ ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ കാണിച്ച 2 കളറും എൻ്റെ കയ്യിലില്ലാത്ത കളേഴ്സാണ്. പക്ഷേ രസമുണ്ട്. ട്യൂണിക്കും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് രണ്ടും ടൈറ്റ് ഫിറ്റായിട്ട് വരുന്ന ആയതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷന്. അല്ലെങ്കിൽ കുഴപ്പമില്ലേനു. ഇനി ഞാൻ ഗ്രേ കളർ ഹിജാബും ഗ്രേ കളർ ജീനും വൈഡ് ബോട്ടം ആയിട്ടുള്ള ജീനുമാണ് ഞാൻ എടുത്തത്. അങ്ങനെ പെയർ ചെയ്തിട്ട് നോക്കിയതാണ്. ഇതും കുഴപ്പമില്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞേരം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ച ഉലുവപ്പൊടി പാലിൽ നല്ലോണം കുതിർന്ന് വന്നേനെ. പിന്നെ ഇത് കുറച്ച് ടൈറ്റായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫേസ് പാക്ക് നല്ല ടൈറ്റായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് ഇടറ്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കാമെന്ന്. നിങ്ങളും അങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഞാനില്ലേ, ഈ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും ആരാണ് ഈ ഉലുവ ഫേസ് പാക്ക് ഇത്രയും വൈറലാക്കിയെന്ന്. അപ്പോൾ ഇല്ലേ, ഞാനത് ആദ്യം വിശ്വസിച്ചിട്ടില്ലേനെ. പിന്നെ ഈ കഴിഞ്ഞ നോമ്പ് പെരുന്നാളിന് നമ്മൾ ബീച്ച് റിസോർട്ടിലേനും എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഓൾമോസ്റ്റ് ഫുൾ സമയവും ബീച്ചിലേനും ഉണ്ടായിന്. നല്ല വെയിലും എല്ലാം ഉണ്ടായിന്. ബീച്ചിലെ വെള്ളത്തിൽ കളിക്കലും അങ്ങനെയല്ലേനു. പിന്നെ നോക്കുമ്പോൾ തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ കുഞ്ഞു കുരു ഉണ്ടായിരുന്നു. കുഞ്ഞു കുരുക്കൾ ഫേസ് മൊത്തം ഇങ്ങനെ ചൂടൂര് പോലെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ആദ്യം തൈരെല്ലാം യൂസാക്കി നോക്കി. പിന്നെ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് തരാന്ന് അതെല്ലാം മാറി ടാനെല്ലാം ശരിക്കും ഫുള്ള് റിമൂവ് ആയിനേനെ. അങ്ങനെയാണ് എനിക്ക് ഈ ഫേസ് പാക്കിനോട് ഇഷ്ടം വന്നത്. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അന്ന് മനസ്സിലായേ ഈ ഉലുവ സ്കിന്നിന് ഭയങ്കര ബെനിഫിറ്റുള്ള സംഭവമാണെന്ന്. ഇൻഫ്ലമേഷൻ കുറക്കും, ആൻറ്റി ഏജിങ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിൽ പോലെ ഇച്ച്നെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റും, റെഡ്നെസ് മാറ്റും. പിന്നെ ഭയങ്കര മോയ്സ്ചർ ആയിട്ട് വെക്കാൻ നമ്മളെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യും, നല്ലോണം ക്ലീൻ ചെയ്യും. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊഴിഞ്ഞു പോകേണ്ട രോമങ്ങൾ, മീൻസ് ഡെഡ് സ്കിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാൻ. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 2 or 3 പ്രാവശ്യം, എല്ലാ ദിവസമൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇതൊരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. ഇത് എന്താ പറയുക, നല്ലോണം ഡ്രൈ ആയി വരും ഒരു അരമണിക്കൂർ കൊണ്ട്. പിന്നെ കുറച്ച് കട്ടിയിലിടുന്നതുകൊണ്ട് പുറമേ ഒന്നും ഡ്രൈ ആവില്ല, എന്നാൽ നമുക്ക് സ്കിന്ന് നല്ലോണം ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും. ആ സമയത്ത് ഇത് ഡയറക്റ്റ് പൈപ്പ് വെള്ളത്തിൽ കഴുകാൻ നിന്നാൽ കുറേ ടൈം എടുക്കും ഇതൊന്ന് ക്ലീൻ ആയി വരാൻ. കാരണം ഉലുവ ഒരു വഴുവഴുപ്പുള്ള സംഭവമല്ലേ. എന്താ ചെയ്യേണ്ടതെന്നറിയാം, ഒരു നല്ല സോഫ്റ്റ് തുണിയെടുത്ത് നനച്ചിട്ട്, ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന തുണിയാണ്, അതല്ല ഫ്രഷാണേ. എന്താ പറയുക, ഞാൻ കിച്ചണിലേക്ക് എടുക്കുന്ന ടവലാണ്, പക്ഷേ ഫ്രഷാണ്, നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഇതുവരെ യൂസാക്കാത്ത ടവലാണ്. പിന്നെ അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും ടവൽസ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ നനച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് പൈപ്പ് വെള്ളത്തിൽ കഴുകാൻ നിന്നാൽ ഇത് പെട്ടെന്നൊന്നും പോകില്ല, ഇങ്ങനെ വഴുതി കളിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നല്ല ബ്രൈറ്റ്നസ്, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. സ്കിന്നിലെ പ്രോബ്ലംസ് ഒരു പരിധി വരെ, ഡാർക്ക് സ്പോട്ട്സ് വരെ കുറക്കുന്നതാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം, അതിൽ കണ്ടേട്ടാ. എങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഫെനഗ്രീക്ക് സീഡ് ബെനിഫിറ്റ്സ് ഫോർ സ്കിൻ അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ളത് ഞാൻ ഇന്നൂനും എടുത്തിട്ട് കൊടുത്തനെ. പിന്നെ ഇപ്പോൾ സമയം ഉച്ചയാണ്. നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് പുറത്ത് പോകണം. എന്തിനാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൂനെ മാത്രം കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇക്കയും ആലുവും റൂമിലുണ്ട് കേട്ടോ. ഇക്ക റെസ്റ്റ് ചെയ്യുന്ന സമയം ഉച്ച. അന്നേരം പിന്നെ ആലുവിനെ ഞാൻ ഇക്കാൻ്റെ ഒക്കെ ആക്കിയിട്ട് ഇന്നൂനെയും കൂട്ടി പോയതാണ്. കാരണം ആലുവിനെ കൂട്ടാത്തതിൻ്റെ കാരണം തിരക്ക് പിടിച്ചിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനം വാങ്ങി വരാമെന്ന് വിചാരിച്ചാൽ ആലുവിനെ കൂട്ടിയാൽ ശരിയാവില്ല. കാര്യം ഓൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടാവും. ഓൾക്കത് വാങ്ങിക്കൊടുത്തിട്ടില്ലേ പിന്നെ ഓൾക്ക് മൂഡ് ഓഫ് ആവും, കരച്ചിലാവും. അങ്ങനെ ആകെ ഇടങ്ങാറവളെയും കൊണ്ട്. ഇന്നും ആയാൽ ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നതെന്നറിയാം. ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലേഡീസ് മാത്രമായിട്ട്.
നിങ്ങൾ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓരോ കളർ ഗിഫ്റ്റ് ഓരോരുത്തർ വാങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു കളർ ഗിഫ്റ്റ് ഒരാൾ എല്ലാവർക്കും കൂടി വാങ്ങുക അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2-3 ആഴ്ചയായി ഇത് പ്ലാൻ ആക്കുന്നത്, പക്ഷേങ്കിൽ നടന്നിട്ടില്ല. അങ്ങനെ ഈ വെള്ളിയാഴ്ച, ഇതൊരു വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, നമ്മൾ പാർക്കിൽ വെച്ചിട്ട് ഇത് എല്ലാവരും കൂടി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തേ. ഞാൻ ആ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നത് ഇന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. 4 മണിക്കാണ് എല്ലാവരും പാർക്കിലേക്ക് എത്താമെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ സാധനം വാങ്ങാൻ തന്നെ പോകുന്നു, ഗിഫ്റ്റ് വാങ്ങാൻ തന്നെ പോകുന്നു ഉച്ചയ്ക്ക്. എന്താണെന്നറിയില്ല, എൻ്റെ എല്ലാ പരിപാടിയും ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാവാം. ഞാൻ കരുതി കൂട്ടി അങ്ങനെ ലാസ്റ്റോട്ട് ആക്കുന്നതല്ല, എല്ലാം അങ്ങനെ തന്നെ. ഞാൻ റെഡിയാകുന്ന ലാസ്റ്റ് ആയിരിക്കും, എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഞാൻ സാധനം വാങ്ങാൻ പോകുന്ന ലാസ്റ്റ് ആയിരിക്കും. എന്നാ അങ്ങനെ വരുന്നത് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ടെൻഷനേനു ഇപ്പം എന്ത് സാധനം വാങ്ങാമെന്ന്. നമ്മൾ ഓരോരുത്തരും ഓരോ കളർ സെലക്ട് ചെയ്തിന്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത കളറ് ഓറഞ്ചാണ്. പിന്നെ ബാക്കി എല്ലാവരും പിങ്ക്, ബ്ലൂ, റെഡ്, ബ്ലാക്ക്, ബ്രൗണ് അങ്ങനെയെല്ലാം സെലക്ട് ചെയ്ത്. എൻ്റെ കളറ് ഓറഞ്ചാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നത്. അപ്പം എനിക്ക് ഓറഞ്ച് ഒരു ഗിഫ്റ്റ് ഐറ്റം 6 എണ്ണം വേണം. ഇതെന്താ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സ്പീഡിലാണ് ഓരോ സാധനങ്ങളും തപ്പുന്നത്. കാരണം എനിക്ക് സമയമില്ല. ഒരു മണിക്കൂർ കൊണ്ട് വേണം ഇത് തപ്പിയെടുക്കാൻ. പിന്നെ ആണെങ്കിൽ എനിക്ക് എന്ത് സാധനമാണ് വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ. കാരണം നമ്മൾ പറഞ്ഞത് എന്ത് ഐറ്റംസും വാങ്ങാം, പക്ഷെ നമ്മളൊരു ബഡ്ജറ്റ് പറഞ്ഞിന്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൈസ പറഞ്ഞിന്. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങണ്ട. അപ്പോൾ ഒരു പൈസൻ്റെ ഉള്ളിലുള്ള സാധനം വാങ്ങണം. അതും 6 പീസ് അത് വേണം. ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുമ്പോൾ അതാണെങ്കിൽ 1-2 പീസേ ഉണ്ടാവും. ഞാൻ ആകെ ടെൻഷനായിപ്പോയിനേനു. കാരണം ബാക്കിയുള്ളവരെല്ലാം കുറേ ദിവസം മുന്നേ വാങ്ങീന്. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാ ഗിഫ്റ്റ് എന്നുള്ളത്. ഞാൻ മാത്രമേ ഇനി ബാക്കി വാങ്ങാനുള്ളൂ. അതും വാങ്ങാൻ പോകുന്ന പരിപാടി നടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ. ഞാനാണെങ്കിൽ കളറ് മാറ്റിയാലോ, ഓറഞ്ച് മാറ്റി ഗ്രീൻ ആക്കിയാലോ എന്നെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യലേനു. ഇത് നല്ല രസമില്ലേ കാണാൻ. അപ്പം ഞാൻ ഗ്രീൻ ആക്കിയാലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഇന്നു പറയുന്നത് ഓൾക്ക് ഗ്രീൻ കളർ ഡ്രസ്സില്ലാന്ന്. കാരണം നമ്മൾ ഏത് കളർ ഗിഫ്റ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ സെയിം കളർ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ. ഇന്നും ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് ഓൾക്ക് എന്തോ നിർബന്ധം ഗിഫ്റ്റിൻ്റെ കളർ ഡ്രസ്സ് ഓക്കും വേണമെന്ന്. എന്നിട്ടാണെങ്കിൽ നമ്മൾ ഓറഞ്ച് തന്നെ തപ്പിപ്പോകല. ബ്ലൂ എടുത്താലോ? ആണേ പിങ്ക് നല്ല ഓപ്ഷൻസ് ഉണ്ടണേ. പിങ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് വേറെ സെക്ഷൻ നോക്കിയാലോ? ഇങ്ങനത്തെ കളർ എടുത്താലോ? ഇല്ല എടുക്കുന്നില്ല. ഇതൊക്കെ ഈ ഗ്രീൻ ഡ്രസ് ഉണ്ട് ഇന്നു. ഇതെങ്ങനെ കൊടുത്താലോ? വേണ്ട. ഗോൾഡൻ കളർ ഉണ്ടോ? ഇല്ല ഗോൾഡ് വേണ്ട. ഇതെല്ലാം നല്ല രസമുണ്ടല്ലോ. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ടല്ലോ. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. ഇതിലെന്തിനാ നോക്കുന്നവാ? ഇതാ നല്ല കളറ്. ഇതെന്ന് സാധനം ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. ഇത് കണ്ടെയ്നറാ? യെല്ലോ ഇല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ കുറേ വേണ്ട. പക്ഷെങ്കിൽ അടിപൊളിയാലേ. ഒരു പീസേ ഉള്ളൂ. നല്ല രസമില്ലേ? ഓറഞ്ച് അടിപൊളിയല്ലേ? അത് വാങ്ങിയാലോ? ഇനി 700 പൈസ. പക്ഷേ ലുക്കിംഗ് ഗുഡ്. പക്ഷെ ഇത് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രീന് റെഡെല്ലാം ഉണ്ട്. പക്ഷെ ഇത് സെയിം കളർ ആവുക. പക്ഷെ ഓറഞ്ച് രസമുണ്ട്. ഇത് കൺഫേം ചെയ്താലോ?
നല്ല യെല്ലോ സെറ്റ് ഓറഞ്ച്. ഇത് വാങ്ങിയാലോ? ഇത് യൂസ്ഫുൾ അല്ലേ? 6 ഉണ്ടോ? 1 അല്ല 1 2 ഓറഞ്ച്. ഇങ്ങനത്തെ അടുത്ത് യെല്ലോ ഇല്ല ഇന്നോ? ബാത്ത് ഫ്ലവർ ഒന്ന് ചെയ്യാ. ഹാങ്ങർ എങ്ങനെ ഇന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക? അത് വേണ്ട, അത് ഏത് കവറിലിട്ട് കൊടുക്കാം? ഇതൊക്കെ പ്ലേസ് മാറ്റ് ഒക്കെ കളറില്ലല്ലോ. ഡ്രസ്സ് വേണ്ടേ? ഇതെല്ലാം നല്ല കളറാണ്, പക്ഷെ ഈ കളർ ഡ്രസ്സ് വേണ്ടേ? വുഡൻ കളർ ഡ്രസ് ഉണ്ട് എനിക്ക്. എന്നാ ഇപ്പൊ ചെയ്യാ? ഇല്ല. ഇത് വാങ്ങിയാലോ? എന്ത് വാങ്ങും ഇന്നോ? അത് കുറേ ഉണ്ട്. ബ്ലൂ ഇസ് ദെയർ. ഏത്? അതാ, പക്ഷെ ഇതെല്ലാം ഇടാൻ കവർ വേണ്ട ഇന്നു. ഒന്ന് ചെയ്യാ. എന്നിട്ട് കവറിന്റെ സൈസിലുള്ള വാങ്ങാന. എന്നാ കവർ ഓറഞ്ച് ഉണ്ട്. ഇതാ ഇവിടുന്ന് ഇതന്നെ കവറ്. ഓറഞ്ച് കളർ കവർ. അയ്യോ, കവറും ഇല്ലേ. ഓറഞ്ച് കളർ കവറും ഇല്ല. ഇത് ഓറഞ്ച് പോലെ ഇല്ലേ? നമുക്കൊരു ഓറഞ്ച് കളർ കവർ വാങ്ങിയിട്ട് ഒരു പേപ്പർ വാങ്ങിയിട്ട് അതിൽ കവർ ചെയ്തിട്ട് ഇതിലോട്ട് ഇടാം. എന്നാൽ സെറ്റാവില്ലേ? ഓറഞ്ച് പേപ്പർ വാങ്ങാം. ഇപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ഉണ്ടാവില്ലേ? എന്നിട്ട് ഇത് നമുക്കിത് ഓപ്ഷനാക്കി വെക്കാം. അപ്പോൾ നല്ല ഓറഞ്ച് കളറാവില്ലേ? അതിൽ 1 മിനിറ്റ് വേറെ ഏതെങ്കിലും ടൈപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇത് ഓറഞ്ച് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ? ഇത് നല്ലത്. കളർ അടിക്കാനാ? നീ വീട്ടിൽ പോയിട്ട് അടിക്കുവാ? ഇതിലോ? ഇതൊന്നും ഓറഞ്ച് കളർ ഇല്ലാത്ത. നിന്നെ ഇപ്പൊ വീട്ടിക്കൊണ്ടാക്കുവേ? ഈ ഒരു ഓറഞ്ച് കളറിൽ റാപ്പ് ചെയ്യാന്നിട്ട് 1 മതി. ഇതാകുമ്പോൾ ഓറഞ്ച് ആവൂലേ? ആവും. ഓക്കെ, കവർ സെറ്റായി. ഇത് 6 ആയാ? 6 ആയില്ലേ? കറക്റ്റ് അല്ല, ഒന്ന് കൗണ്ട് ചെയ്ത്. 1 2 3 4 5 6. ഓക്കെ, ഇതാകുമ്പോൾ മാച്ച് ആവൂലേ? അപ്പോൾ കവർ സെറ്റായി. ഇനി ഗിഫ്റ്റ് സെറ്റായിട്ടില്ലേ? ക്ലേയാ? ക്ലേയാ? 675. സത്യം പറഞ്ഞ ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഈ ഷോപ്പ് മൊത്തം തപ്പി. ലാസ്റ്റാണ് എനിക്ക് ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങിയിട്ടാ. കാര്യം 4 മണിക്ക് എല്ലാവരും റെഡിയായി പാർക്കിൽ പോകും. എനിക്കാണെങ്കിൽ ഗിഫ്റ്റും കിട്ടിയിട്ടില്ല. എനിക്ക് നല്ലോണം ടെൻഷനായി. കാരണം എന്ത് ടൈപ്പ് ഗിഫ്റ്റാണ് വാങ്ങേണ്ടത് നമുക്കൊന്നും തിരിയുന്നില്ലേനു. അവിടെ പോയേക്കുമ്പോൾ മൊത്തം കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ മൊത്തം മൈൻഡ് ഔട്ട് ആയ പോലേനു. ഇതൊന്നും സാധനം മുടി കേൾ ചെയ്യുന്ന സാധനമല്ലേ ഇത്? ഈ ഓറഞ്ച് വാങ്ങിയാലോ?
ഇത് നല്ല ഓപ്ഷൻ. പിങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. പിങ്ക് ഓൾറെഡി ഒരാൾ സെലക്ട് ചെയ്തില്ലേ. ഇത് ക്ലീനിങ് ബ്രഷ്. ഇത് ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ ഇത് പിങ്ക് ആയിപ്പോയി. ഇതൊക്കെ ഇത് ഓറഞ്ച്, ഇത് ലൈറ്റ് ഓറഞ്ച് ആയിട്ട് കൂട്ടുവാരോ. എടുത്താലോ? ഇത് ലൈറ്റ് ഓറഞ്ച് ആയിട്ട് കൂട്ടുവാ. ഇതാ ഇത് ലൈറ്റ് ഓറഞ്ച്. പിങ്ക് ഇത് മേടിച്ചോട്ടാ. ലബൂബു സീസൺ മേടിച്ചു ഇവരെ. ഇത് ഫുൾ ലബൂബു കിച്ചീന. ഫുൾ ലബൂബു ഓറഞ്ച് നല്ല ഉണ്ടെങ്കിൽ മേടിക്കാം. റെഡ് വാങ്ങിക്കൊടുത്താലോ? നെയിൽ ബ്രഷ്. ഇതാ ഓറഞ്ച്. വാവ്. അങ്ങനെ ലാസ്റ്റ് 3:30 മണിയായില്ലേ, ഞാൻ ഈ ഒരു ഓറഞ്ച് മഗ് കണ്ട്. പിന്നെ മഗ്ഗാണെങ്കിൽ ഒരു നോർമൽ സംഭവമല്ലേ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രസമുള്ള സംഭവം എല്ലാം വാങ്ങണമെന്നേനും ഞാൻ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഞാൻ ലാസ്റ്റ് തീരുമാനിച്ച് ഓറഞ്ച് മാറ്റി യെല്ലോ ആക്കാമെന്ന്. അങ്ങനെ യെല്ലോ ഈ സാധനം ഞാൻ നേരത്തെ കണ്ടിണേനെ. അപ്പോൾ അതിൽ 6 പീസ് കിട്ടുകയും ചെയ്തു. അങ്ങനെ സന്തോഷമായി. ഒരു രസമുള്ള സംഭവം കണ്ടുതരാം. ഇതൊരു എന്താ പറയുക, ഒരു ബോട്ടിൽ പോലത്തെ എന്തോ ഒരു സംഭവം, ജ്യൂസെല്ലാം കുടിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ പിന്നെ യെല്ലോ കളറെല്ലാം ചേഞ്ചായി, യെല്ലോ ആയി. പിന്നെ കറക്റ്റ് യെല്ലോ കവർ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു ടൈപ്പ് കവറും കിട്ടി. അങ്ങനെ ആദ്യം എടുത്ത ആ ഒരു ഓറഞ്ച് സംഭവമെല്ലാം, ഓറഞ്ചിനാണ് കവറും ഇല്ലേനു, സീത്രൂ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കവറേനു ഉണ്ടായിന്. അതാണ് കറക്റ്റ് ഓറഞ്ചും അല്ല, പീച്ചേനും കളറ്. അങ്ങനെ ആദ്യം എടുത്തതെല്ലാം തിരിച്ച് വെച്ച് കളറെല്ലാം യെല്ലോയിലേക്ക് മാറ്റി. അങ്ങനെ ഇതും കൂടി കിട്ടിയിട്ടില്ല, ഞാൻ ആകെ ടെൻഷനായി പോകാനു. അല്ലെങ്കിൽ ആ മഗ് എടുക്കുവേനു ഓറഞ്ച് കളറ്. അങ്ങനെ ഇതാണ് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നേരെ റൂമിൽ പോയിട്ട് വേണം ഇതെല്ലാം ഓരോരോ കവറിലാക്കി എടുത്തിട്ട് ഡ്രസ്സും ചേഞ്ച് ആക്കിയിട്ട് വേണം പാർക്കിലേക്ക് പോകാൻ. ഞാൻ ഈ സംഭവമെല്ലാം സെലക്ട് ചെയ്ത് ബില്ലടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് 3:45 ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും 4 മണിക്ക് പാർക്കിലെത്തലൊന്നും നടക്കില്ല, 4:30 മണിയെല്ലാം കഴിയും എന്തായാലും. അത് ടൈം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, കുറച്ച് ലേറ്റായിട്ട് എത്തൂ. അങ്ങനെ ഇതാ നമ്മളിനി നേരെ റൂമിലേക്ക് പോകലാം. ലാസ്റ്റ് മിനിറ്റ് എല്ലാ സംഭവങ്ങളും വെച്ചാൽ നല്ല ടെൻഷനുള്ള സംഭവം തന്നെയാണ്. പക്ഷെങ്കിൽ എന്താണെന്നറിയില്ല, എൻ്റെ എല്ലാ സംഭവങ്ങളും ലാസ്റ്റ് മിനിറ്റോട്ടേ എത്തൂ. അങ്ങനെ ഞാൻ റൂമിലെത്തി. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഒരൊറ്റ യെല്ലോ കളർ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഹിജാബ് എല്ലാം ഞാൻ ആദ്യം ഇട്ടേ. പിന്നെയും എന്താ പറയുക, ഹിജാബെല്ലാം ഞാൻ പിന്നെ മാറ്റിയിട്ടാണ്. എന്നാലും കുഴപ്പമില്ലാത്ത ഗിഫ്റ്റ് കിട്ടിയോണ്ടൊരു സന്തോഷം. തിരിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ ആലുവിനും ഇഷ്ടമായിന്, ഇക്കാക്കും ഇഷ്ടമായിന്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ ഇനി ഇതെല്ലാം കൂടി ഓരോ കവറിലാക്കിയിട്ട് ആലുവിനെയും ഇന്നുവിനെയും എല്ലാം റെഡിയാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് സെറ്റായി. കാരണം ഈ ഒരു സംഭവമില്ലേ, നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 3-4 മാസമായി ഇത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഈ 2-3 ആഴ്ചയായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഗിഫ്റ്റെല്ലാം വാങ്ങി അങ്ങനെ സെറ്റായി നിന്നാണ്. പക്ഷെ ഓരോ കാരണം കൊണ്ട് നമുക്ക് നടക്കാണ്ട് പോവും. അങ്ങനെ നമ്മൾ പല സംഭവങ്ങളും പ്ലാൻ ചെയ്യും. പക്ഷെങ്കിൽ കുറേ സംഭവങ്ങൾ നടക്കും, കുറേ നടക്കില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചിലതെല്ലാം നടക്കുക. അങ്ങനെ നമ്മൾ സ്റ്റാൻഡെല്ലാം വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എല്ലാം എടുത്ത്, പിന്നെ നമ്മളിനിയിപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന അത് ഞാൻ ഒറിജിനൽ വോയിസിൽ വെക്കാട്ടോ. ഒന്നുമല്ല മാത്രം പ്രൈസ് ഉണ്ട്. മാത്രമുള്ള സാധനമല്ല ആരും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാറ്. അതേ നമ്മൾ വെക്കല്ല. എല്ലാരും കുളിച്ചിട്ട് നോക്കോ, ഇതൊക്കെ ഗിഫ്റ്റ് നിർത്തി. എല്ലാ ടൈപ്പും ഉണ്ടല്ലേ. ഇതിനകത്ത് വീണുമില്ല കായ്. ഇത് കൊളായിക്കയാണ്. ഇങ്ങനത്തെ ഒന്ന് വേണോണേ.
കൊറേ ഐറ്റംസ് വാങ്ങിയില്ലല്ലോ, ഇതെന്താ സംഭവം? ഇത് പെർഫ്യൂമും ബോഡി ലോഷൻ വരുന്നത്. ഓരോരോ കളർ വെച്ച് നമുക്ക് മേടിക്കാന്. നല്ല സിനിമ വെച്ചിട്ട് കാണാന്. പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. വലുതാണെങ്കിലും വില വളരെ കുറവാണ്. രണ്ട് ഭാഗത്ത് ഇങ്ങനെ വലിക്കുക. നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കുറച്ച് പണ്ണുള്ളത്. ഞാൻ കുറച്ച് പോർഷൻസ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മളെ വർത്താനാണെങ്കിൽ അലമ്പായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നല്ല പോർഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത ഗിഫ്റ്റ്സ്. ഭയങ്കര രസമല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം? ഒരു രസമാണ് ഇങ്ങനത്തെ സാധനമെല്ലാം ചെയ്യുമ്പോൾ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും, നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും, നല്ല മെമ്മറീസ് ഉണ്ടാവും. ഞാൻ ഒരു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഷോർട്സിൽ പോയി കണ്ടാൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.